സിവിൽ കോടതിയിലെ ഒരു പ്ലെയിന്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഒരു മിനിറ്റ് കൊണ്ട് പഠിക്കാം. ഏറ്റവും മുകളിലായി സൂട്ട് സമർപ്പിക്കുന്ന കോടതിയുടെ പേര്, തൊട്ടു താഴെയായി കേസ് നമ്പർ രേഖപ്പെടുത്താനുള്ള സ്പേസ് നൽകിയിരിക്കണം. അതിൻ്റെ താഴെയായി കേസിലെ ഹർജികക്ഷിയുടെയും എതിർകക്ഷിയുടെയും പേര് വരെ. അടുത്തതായി ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് പ്ലെയിന്റ് ഫയൽ ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കുക. ഇനി ഇരു കക്ഷികളുടെയും അഡ്രസ്സ് രേഖപ്പെടുത്തുക. ഇനിയാണ് പ്ലെയിന്റിന്റെ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നത്. ഇവിടെയാണ് കോസ് ഓഫ് ആക്ഷനും സബ്ജക്ട് മാറ്ററും വിശദമായി രേഖപ്പെടുത്തേണ്ടത്. ശേഷം വാല്യുവേഷൻ ക്ലോസ്, കോർട്ട് ഫീ, ജൂറിസ്ഡിക്ഷൻ എന്നിവ വ്യക്തമാക്കുക. ഇത്രയും എഴുതിയ ശേഷം ആവശ്യപ്പെടുന്ന റിലീഫ് അഥവാ പ്രയർ വ്യക്തമാക്കുക. അതിൻ്റെ താഴെയായി സ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യുവേഷൻ എഴുതുക. ശേഷം വക്കീലിൻ്റെയും വാദിയുടെയും ഒപ്പ് രേഖപ്പെടുത്തുക. ഒടുവിൽ മേൽപ്പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയും സത്യവുമാണ് എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള വാദിയുടെ വെരിഫിക്കേഷൻ പാർട്ട് കൂടി പ്ലെയിന്റിൽ നൽകണം. ഏറ്റവും ഒടുവിൽ പ്ലെയിന്റിനൊപ്പം സമർപ്പിക്കുന്ന ഡോക്യുമെന്റ് ലിസ്റ്റ് കൂടി ചേർക്കുക. ഇങ്ങനെയാണ് ഒരു പ്ലെയിന്റ് തയ്യാറാക്കേണ്ടത്.